ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിബിള് ഏറ്റവും കുറവുള്ളവർക്ക്, അതായത് നിങ്ങൾക്കൊരു മനസ്സിലൊരു ധാരണ കാണുമല്ലോ, എനിക്ക് സിബിലില്ല, അതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കിട്ടില്ല എന്നൊരു ധാരണ മിക്കുള്ള ആൾക്കാരുടെയും ഒരു എന്താ പറയുക ഒരു മൈൻഡിൽ കാണാം. ഓക്കെ, എനിക്കുൾപ്പെടെ അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ പല RBI അപ്രൂവ്ഡ് NBFCയിലും അല്ലെങ്കിൽ ബാങ്കിലും അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ധാരണ ഇതാണ്, എനിക്ക് കിട്ടില്ല, എനിക്ക് സിബിൽ കുറവുള്ള സമയത്താണ് ഈ പറയുന്നത്, എനിക്ക് കിട്ടില്ല, ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇരുന്നു. എന്നാൽ ചില NBFCയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലോൺ കിട്ടുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഓക്കെ, അത് നിങ്ങൾക്കറിയാം, ഏതെല്ലാം NBFC അങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ളവർക്കും ഒരു ഹെൽപ്പാകും. നമ്മുടെ ട്രൂ ബാലൻസിൽ എന്താ പറയുക, അവർ കുറച്ചുകൂടെ ഒരു ഇളവ് വരുത്തിയിട്ടുണ്ടെന്നാണ് ഒരു അപ്ഡേഷൻ ലഭിച്ചത്. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം മുമ്പ് ട്രൂ ബാലൻസിൽ 670 സിബിൽ വേണമായിരുന്നു. ഇപ്പോൾ എന്നാൽ 600 സിബിലുള്ളവർക്കും ലോൺ കൊടുക്കുന്നു എന്നാണ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുന്നത് എന്നോട് വാട്സപ്പ് വഴി കൺഫേം ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ വളരെ വളരെ എളുപ്പമാണ് ട്രൂ ബാലൻസിലേക്ക് നമുക്ക് ലോൺ കിട്ടാൻ വേണ്ടി. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ മുമ്പ് പറയുന്ന പോലെ ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം കൊടുക്കാനുള്ളത്. ഈ ഫ്രീലാൻസർ, അതുപോലെ തന്നെ വന്നിട്ട് എന്താ പറയുന്നത് ബിസിനസ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ ഒരുപാട് പേരുടെ ലോൺ കിട്ടുന്ന ലോണും റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. നിങ്ങൾ സാലറി ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ സാലറി തന്നെ കൊടുക്കുക. സാലറി കിട്ടുന്നത് ഏത് ഡേറ്റിലെന്ന് ചോദിക്കും. അത് ചില ആൾക്കാർ എന്താ പറയുന്നത്, അത് ഒരു 25-ാം തീയതി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും കൊടുക്കരുത്. നിങ്ങൾ മാസത്തിൽ 1 മുതൽ 10 വരെയുള്ള ആദ്യത്തെ ആ ഒരു ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. മോസ്റ്റ് പ്രിഫറബിളി നിങ്ങൾ 1 to 5 ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും റിജക്റ്റായി പോകുന്നതാണ്. പിന്നെ നിങ്ങൾ ബിസിനസ് ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പർപ്പസ് ചോദിക്കും. അത് ബിസിനസ്സിനൊന്നോ കാര്യങ്ങളൊന്നും കൊടുക്കരുത്, അത് നെഗറ്റീവാണ്, 100% നെഗറ്റീവാണ്, റിജക്റ്റ് ചെയ്ത് കളയും. ഒന്നുകിൽ മാരേജ് പർപ്പസ് അല്ലെങ്കിൽ ഹൗസ് റിനോവേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻ. അപ്പോൾ അത് കൊടുത്ത് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്, കാരണം ആർക്കും ഡൗട്ട് വരാനില്ല ട്രൂ ബാലൻസിലേക്ക് സംബന്ധിച്ച്, ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് എന്താ പറയുക ലോൺ കിട്ടി. അദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോർ വെറും 465 എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 465 അല്ല, അദ്ദേഹത്തിന് 500-ന് മുകളിലുണ്ട്. അപ്പോൾ പല സൈറ്റിലും സിബിലിൽ കുറച്ച് വേരിയേഷൻ വരും. ഇപ്പോൾ നമുക്കറിയാം, ബാങ്ക് ബസാറിൻ്റെ സൈറ്റിൽ സിബിൽ ചെക്ക് ചെയ്തിട്ട് ഓൺ സ്കോർ എന്ന സൈറ്റിൽ സിബിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100എങ്കിലും വ്യത്യാസം, ആ ഒരു വേരിയേഷൻ കാണിക്കും. അത് നമ്മൾ സിബിൽ എന്താ പറയുക സിബിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓതറൈസ്ഡ് ഓപ്ഷനിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സിബിൽ ചെക്ക് ചെയ്യുന്ന ഓപ്ഷനിൽ വെബ്സൈറ്റിൽ നമ്മുടെ പക്ക സിബിൽ കാണിക്കും. മറ്റുള്ള സൈറ്റിലൊക്കെ നമുക്ക് നോക്കാം, പക്ഷേ ആക്യുറേറ്റ് ആയിരിക്കില്ല. ഒരു 80-ഉം 100-ഉം 50-ഉം അങ്ങനെ ഡിഫറൻസ് കാണും. അപ്പോൾ ഇദ്ദേഹത്തിനോട് കിട്ടിയിരിക്കുന്നത് ഏകദേശം 5000 രൂപയോളം ലോൺ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് ലോൺ അഗ്രിമെൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് യുവരാജ് ഫിനാൻസ് എന്നാണ് ഇവരുടെ ഫിനാൻസിൻ്റെ പേര്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. ഇവിടെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ കൊടുത്തിരിക്കുന്നത് 2 പേയ്മെൻ്റ് ആണ്. ഒന്ന് 3318, രണ്ടാമത്തെ പേയ്മെൻറ്റ് വരുന്നത് 2221. അപ്പോൾ 5000 രൂപ എടുക്കുകയാണെങ്കിൽ ഏകദേശം വന്നിട്ട് 5500 5600-ഓളം EMI വരുന്നുണ്ട്. മീൻസ് എന്താ പറയുന്നത്, നമുക്ക് EMI അടയ്ക്കേണ്ടി വരും. 600 രൂപയുടെ ഇൻട്രസ്റ്റ് കൂടുതലാണ്. എന്നാൽ വളരെ കൂടുതലെന്ന് പറയാൻ പാടില്ല, കാരണം നമുക്ക് ഇത്രയും പേ ഡേ ഓപ്ഷനാണിത്, 2 മാസത്തേക്കേ ഉള്ളൂ ഓപ്ഷൻസ്. അപ്പോൾ സാധാരണ ബാങ്കുകളെ അപേക്ഷിച്ച് ഏകദേശം എന്താ പറയുന്നത് ഈ ഒരു പലിശ തന്നെയാണ് ഈടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് സിബിലുള്ള ആൾക്കാർ ഇത് ലോൺ എടുത്ത് നിങ്ങൾ ഇഷ്യൂ ആകേണ്ട, നിങ്ങൾ അധികം പൈസ അടയ്ക്കേണ്ട. സിബിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ലോൺ കിട്ടാനും സിബിൽ കൂട്ടാനും ഒക്കെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എന്താ പറയുന്നത് 100% യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇവരുടെ EMI ഓപ്ഷൻസ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അവർ എന്തിനൊക്കെയാണ് എക്സ്ട്രാ ക്യാഷ് ഈടാക്കുന്നത്. ഇവിടെ ലോണിൻ്റെ EMI ഡ്യൂ എമൗണ്ട് 2221 അത് എന്തെല്ലാം കൂട്ടിയാണ് അത്രയും വരുന്നത് നോക്കാം. അവരുടെ സർവീസ് ഫീ 280 വരും. അത് അവരുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഓപ്ഷനാണ്. കൺവീൻസ് ഫീ 292 വരുന്നുണ്ട്. GST അത് ഓക്കെ 103, ഇൻട്രസ്റ്റ് 200. ഈ ഇൻട്രസ്റ്റും GSTയുമാണ് എന്താ പറയുന്ന യഥാർത്ഥത്തിൽ എടുക്കാനുള്ളത്. എന്നാൽ അവർ ഈ ഒരു കൺവീൻസ് ഫീ എന്ന് പറഞ്ഞ് 292 എടുക്കുന്നുണ്ട്, സർവീസ് ഫീ എന്ന് പറഞ്ഞ് 280 രൂപ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഓവർ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. യുവരാജ് ഫിനാൻസ് എന്നാണ് ഈ ഒരു NBFCയുടെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ട്രൂ ബാലൻസിൻ്റെയും ഈ ഒരു യുവരാജ് ഫിനാൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കാം. അതുവഴി നിങ്ങൾ ചെയ്യുക.
പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സിബിൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സിബിലും കാര്യങ്ങളും എല്ലാം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 3 തവണയെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ് വേരിയേഷൻ, എന്താണ് കുഴപ്പങ്ങളെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലൊരു മിസ്റ്റേക്ക് വരുന്നത്, നിങ്ങളുടെ സാലറി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എല്ലാം നമ്മുടെ NBFCയിൽ ചോദിക്കും. അത് നിങ്ങൾ ബാങ്കിലായിക്കോട്ടെ, NBFCയിലായിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡിലായിക്കോട്ടെ. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ത്രൂ ഓൺലൈൻ എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ പേഡേ ലോൺസ് ആകുന്ന സമയത്ത് അവർ എന്താ പറയുന്നത്, നമുക്ക് ഈ ഒരു കയ്യിലാണ്, ബൈ ഹാൻഡാണ് അല്ലെങ്കിൽ ബൈ ചെക്കാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ കിട്ടില്ല. അത് ഓപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കും. പക്ഷേ നിങ്ങൾ ത്രൂ ഓൺലൈൻ എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, ബാങ്ക് വഴിയാണ് സാലറി ക്രെഡിറ്റ് ആവുന്നത് തന്നെ കൊടുക്കുക. അത് ഏകദേശം 100-ൽ ഒരു 50% അല്ലെങ്കിൽ 60% ആൾക്കാരും തെറ്റിച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് റിജക്റ്റ് ആകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എന്നെ ഒരുപാട് പേര് എനിക്ക് സിബിൽ കുറവാണ്, ഹോസ്പിറ്റൽ കേസാണ്, 5000 രൂപ കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സിബിൽ കുറഞ്ഞ ഒരു ഓപ്ഷൻസ് ഈ ഒരു NBFC ചെയ്യുന്നത്. കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. കാരണം ഇത് പലിശ ഏകദേശം നമുക്കറിയാം കൂടുതലാണ്. എന്നാലും അർജൻറ്റ് സിറ്റുവേഷനിൽ നമുക്കിത് യൂസ്ഫുൾ ആണ്. എന്തെങ്കിലും ഞാൻ മുമ്പ് പറയുന്ന പോലെ ഹോസ്പിറ്റൽ എമർജൻസിയോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാരെന്നെ വിളിക്കുന്നുണ്ട്, ബൈക്ക് വഴിയിലായി, ഇന്ന് 500 രൂപ കൊടുക്കണം, 500 രൂപ പോലും ഇല്ല, അല്ലെങ്കിൽ പെട്രോൾ തീർന്നു, വണ്ടി വഴിയിലായി, സാർ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 100% യൂസ്ഫുള്ളാണ്. നമ്മൾ ഈ ഒരു ചാനലിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്താണ് 75% ആൾക്കാരും അറിയാം വെറുതെ എടുക്കില്ല. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ദൂരെ യാത്ര പോയി അങ്ങനെ ബൈക്ക് വഴിയിലായി, കംപ്ലൈൻ്റ് ആയി, നമ്മൾ ചിലപ്പോൾ എന്താ പറയുക നുള്ളി പിടിച്ചുകൊണ്ടായിരിക്കും ക്യാഷ് കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വഴിയിൽ വണ്ടി ആകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് വരും. ക്യാഷും കാണില്ല, ആർക്കും ചോദിച്ചാലും കിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഈ ഒരു പേഡേ ആപ്പ്, അതും RBI അപ്രൂവ്ഡുള്ള NBFC തന്നെ നിങ്ങൾ നോക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബാങ്കിങ്, അതായത് അറിയാലോ വ്യാജ ലോൺ ആപ്പിൽ നിന്ന് പോയി ലോൺ എടുക്കരുത്. ദയവ് ചെയ്ത് അത് കേൾക്കുക. നിങ്ങൾക്ക് അത് അറിയില്ല. അവരുടെ ആ ഒരു ഹരാസ്മെൻ്റ് എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സംബന്ധിച്ചും അത് കുഴപ്പമില്ല. അവരുടെ ഒരു എന്താ പറയുന്ന ആ ഒരു ഹരാസ്മെൻറ്റൊക്കെ നമ്മളത് ഓവർകം ചെയ്ത് പോയവരാണ്. അത് നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ സാധിക്കുന്ന കാര്യമാണ് അതൊക്കെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി ചോദിക്കാം. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.